പ്രിയപ്പെട്ട കേരള റൈറ്റേഴ്സ് ഫോറം സുഹൃത്തുക്കളെ, ഡോക്ടർ സണ്ണി ഏഴുമറ്റൂരിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ, കൊല്ലങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിലായിരുന്നപ്പോൾ തന്നെ വളരെയധികം ആകാംക്ഷയോടെ വിവിധ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എനിക്ക് പുതുമയിൽ ഉള്ളതല്ല. അതിനുശേഷം ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് കുടിയേറിയ ശേഷം അദ്ദേഹത്തിൻ്റെ വിവിധ കൃതികൾ ഇവിടെ കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രകാശനം ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഇത് ഡോക്ടർ സണ്ണി ഏഴുമറ്റൂരിൻ്റെ അനേകം കൃതികളിൽ ഒരു കൃതി മാത്രം, ഏതാണ്ട് 70ാമത്തെ കൃതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മുമ്പ് ഈ സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന ഡോക്ടർ സണ്ണി ഏഴുമറ്റൂരിൻ്റെ ഈ ലഘു ഗ്രന്ഥത്തെ പറ്റി അതിന് ആമുഖം എഴുതിയ, ഇൻട്രൊഡക്ഷൻ എഴുതിയ ഡോക്ടർ CM ജേക്കബ് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു, ആധികാരികമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സണ്ണിയുടെ സുഹൃത്തുക്കൾ ഡോക്ടർ അലക്സാണ്ടർ, മറ്റ് 2 ബഹുമാന്യ വ്യക്തികൾ സംസാരിച്ചു കഴിഞ്ഞു ഈ ബുക്കിനെ പറ്റി. ഞാൻ ഇവിടെ കേരള റൈറ്റേഴ്സ് ഫോറത്തിലെ ഒരു നിത്യ സന്ദർശകനാണ്, എല്ലാ മന്ത്ലി മീറ്റിങ്ങിലും വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഈ ഗ്രന്ഥത്തെ പറ്റി ഏതാനും ചില വാക്കുകൾ പറയാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഒരു ഇൻസിഡന്റ് കാണുകയുണ്ടായി കേരളത്തിൽ. ഞാൻ കേരളത്തിൽ വിസിറ്റിങ്ങിന് പോയിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേറെ ഒരു വീട്ടിൽ ഒരു പയ്യൻ, ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ കരഞ്ഞുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് വരികയാണ്, എനിക്കിപ്പോ ചാകണം, എനിക്ക് ചത്തേ തീരൂ, അലമുറയിടുകയാണ്. അപ്പോ മാതാപിതാക്കൾ ചോദിച്ചു, എന്താടാ മോഹനെ, എന്താ നിനക്കിപ്പോ ചാകാനുള്ള കാര്യം? അല്ല അച്ഛാ, അവനുണ്ടല്ലോ വടക്കേലെ മാത്യു, അവനെന്നെ സ്ഥിര പട്ടി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് അവൻ എന്നെ 10 പ്രാവശ്യമെങ്കിലും പട്ടി എന്ന് വിളിച്ചു. ഓക്കെ, അതിന് നീ തിരിച്ചവനെ പട്ടി എന്ന് വിളിച്ചോ? അതിന് നീ ചാവണോ പോയി? അല്ല, അവന് ഞാൻ പല പ്രാവശ്യം ഒച്ചത്തിൽ വിളിച്ചിട്ടും അവനൊരു കൂസലുമില്ല. അവന്റെ കൂടെ 5-6 ആൾക്കാർ കൂടി നിന്ന് എന്നെ ബുള്ളി ചെയ്തു, എന്നെ പട്ടി എന്ന് വിളിച്ചു. ഓക്കെ, കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഒരു മലയാളം പിക്ചർ നിങ്ങൾ കേട്ടിട്ടില്ലേ? കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഇവിടെ പ്രശ്നം ഗുരുതരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ട്. എന്താണെങ്കിലും അവൻ തൂങ്ങി ചത്തില്ല കേട്ടോ. അവന് എല്ലാവരും കൗൺസിലിംഗ് ചെയ്ത്, കൗൺസിലിങ്ങിന് പല അർത്ഥങ്ങളുണ്ടോ, എല്ലാവരുടെ പേരൻസും അയൽവക്കക്കാരും ഈവൻ ഞാനും അന്ന് ചാവണ്ടതാ, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാ, കണ്ടോ ഞാൻ ചത്തില്ലല്ലോ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ ചാവാതെ ഇരിക്കുന്നുണ്ട്. പിന്നീട് വേറെ ഒരു അവസരം, ഈ സൂയിസൈഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് നേരിട്ട് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാനൊരു പ്രവാസി മലയാളി, ഞാൻ പൈങ്ങോട്ടൂർ സ്വദേശിയാണ്. എനിക്ക് എൻ്റെ വസ്തു ഒന്ന് വിറ്റ് കിട്ടണം എവിടെയെങ്കിലും. ഓക്കെ, അത് അന്യാധീനപ്പെട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് വിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി, അപ്പോൾ ഞാൻ പത്രത്തിൽ പരസ്യം ചെയ്തു. അവിടെ അതിനുശേഷം ആൾക്കാർ കുറേ പേരൊക്കെ വസ്തുക്കൾ കാണാൻ വന്നപ്പോൾ പരിസരത്തുള്ളവര് എല്ലാം പറയുന്നത് എന്താണെന്ന് അറിയുമോ? അയ്യോ, ആ വസ്തു ആ മാവേല് അവിടെ 5-6 പേര് തൂങ്ങി ചത്തതാകട്ടോ, അവിടെ ചത്തു, സൂയിസൈഡ് ചെയ്തതാണ്, അപ്പൊ അത് വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ കുറെ പേര് തിരിച്ചുപോയി. അപ്പോ ഇത് സർവ്വസാധാരണമാണ്. നമുക്കറിയാം, അമേരിക്കയിൽ ഏതാണ്ട് ഈ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഏറ്റുമാനൂര് ഒരു സ്ത്രീ 2 മക്കളുമായിട്ട് റെയിൽ പാളത്തിൽ പോയി ചാടി മരിച്ച വിവരം നമുക്കൊക്കെ അറിയാമല്ലോ. ഏതാണ്ട് ഇതേ സമയത്താണ് സംഭവിച്ചത്. അതായത് വീട്ടിൽ നിന്ന് ഉള്ള തിരസ്കരണം,
ശാസനകൾ പാർത്തു വീട്ടിൽ നിന്ന് അത് എല്ലായിടത്തു നിന്നും ആ സ്ത്രീക്ക് സത്യത്തിൽ അമേരിക്കയിൽ പോലും ബന്ധുക്കളുണ്ട്. അമേരിക്കയിൽ വരാനുള്ള ഒരു നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ളതാണ്. പക്ഷെ ആരും സ്പോൺസർ ചെയ്തില്ല, വന്നില്ല. എന്തോ ജീവിതം വഴിമുട്ടി അവര് ആത്മഹത്യ ചെയ്തു. അപ്പോ ആത്മഹത്യ ഇതിനെപ്പറ്റി ഇത്തരമുള്ള ആത്മഹത്യകള് സൂയിസൈഡ് പ്രിവെൻഷൻ ഒരു ഗൈഡ് ബുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. നമ്മൾ സത്യത്തില് ഇവിടെ സിനിമയൊക്കെ കാണുന്നുണ്ട്. പലപ്പോഴും സിനിമ സീരിയലൊക്കെ കാണുമ്പോൾ അവിടെ ആൾക്കാർ സിഗരറ്റ് പുകയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ സിഗരറ്റ് പുകയ്ക്കുന്നതിന്റെ അപ്പൊ തന്നെ അവിടെ എഴുതി കാണിക്കും, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതേമാതിരി തന്നെ സൂയിസൈഡിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ ഒരു സൂയിസൈഡ് നമ്മളെ പ്രേരിപ്പിച്ചേക്കാം എന്ന് പോലും ചിലർ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇടയില് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വൈദഗ്ധ്യമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ സിഗരറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ മാതിരി ടെക്സ്റ്റ് 988 അദ്ദേഹം വിശാഗ്ര ബുദ്ധിയാണ് നമ്മുടെ എഴുത്തുകാരൻ. അത് ചേർത്തിട്ടുണ്ട്, അവിടെയായിട്ട് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ പോയത് ഓർമ്മത്തെ. അപ്പൊ അത് പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ കണ്ടുപിടിയൊന്നും സിനിമയിലില്ല. പക്ഷെ ഡ്രഗിനെ പറ്റി ഉള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ഇപ്പോഴത്തെ സിനിമ സീരിയൽ ഉണ്ട്. അതിനകത്ത് ധാരാളം തൂങ്ങിച്ചാകലുകളുണ്ട്. മരുന്ന് കഴിച്ച് ഉറക്കുകൂടി കഴിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം അമേരിക്കൻ സീരിയൽ കണ്ടാലും കേരള സീരിയൽ കണ്ടാലും എല്ലാം മനുഷ്യനെ ഏതാണ്ട് നിരാശയുടെ നിർഭയത്തിലേക്ക് തള്ളിവിടുന്ന ധാരാളം കഥകളുണ്ട്. അങ്ങനെയുള്ള അതായത് എളുപ്പം മരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ കഥകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലോകത്തില് ഏതാണ്ട് 7 ലക്ഷത്തോളം ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഒരു കണക്ക് ഞാൻ ഗൂഗിളിൽ പരിശോധിച്ചപ്പോൾ. അതിൽ ഇന്ത്യയിൽ 17% അത് ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്നത് കൂടുതൽ 17%, ഇന്ത്യയിൽ 17. പക്ഷെ അതിൽ കേരളത്തിന് 6ാം സ്ഥാനമാണ് ആത്മഹത്യ എന്നാണ് സ്ഥിതിവിവര കണക്ക് പറയുന്നത്. അപ്പോൾ ഈ ആത്മഹത്യ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല. ജനനം തന്ന ആൾക്കാർക്ക് മാത്രമേ ജീവനെടുക്കാൻ അവകാശമുള്ളൂ. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല, നമ്മളറിയാതെ നമ്മൾ ജന്മം ആയി. പക്ഷേ നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം എടുക്കാൻ ആർക്കും അവകാശമില്ല. അതാണ് ബേസിക് റൂൾ ഈ ഇദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ മനുഷ്യൻ യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ലാതെ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം, പെട്ടെന്നുള്ള മാനസിക ബുദ്ധിമുട്ട്, അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് കൗൺസിലിംഗ്. ഡോക്ടറും പറഞ്ഞു കൗൺസിലിംഗ് എടുക്കണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങള് കുറെയൊക്കെ പങ്കുവെച്ചാല് ഒരുപക്ഷെ അതിനുള്ള മാർഗങ്ങൾ നമുക്ക് പല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾ വിനിയോഗിക്കണം എന്നാണ് ഡോക്ടർ സണ്ണി എഴുമറ്റൂർ പറയുന്നത്. പിന്നീട് ഈ ആത്മഹത്യ ദരിദ്രരുടെ മക്കളുണ്ട്, ധനവാന്മാരുടെ മക്കളുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, ഒക്കെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആൾക്കാർ എല്ലാം ചെയ്യുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം, ബാംഗ്ലൂര് ആലക്കൽ ഭാഗത്ത് ഒരു ബിൽഡർ ഈ സമീപകാലത്ത് 6 മാസം മുൻപ് ഒരു റോയ് സോറി റോയ് എന്നുള്ള പേര് അതാ പേര് വന്നു. ഓക്കെ, ഇവിടെ എല്ലാവരും അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഇവിടെ പൊക്കാട സമ്മേളനത്തിൽ വന്നിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇവിടെ ഫ്ലാറ്റ് വിൽക്കാനായിട്ട് എന്നെ സമീപിച്ചതാണ്. ജോർജിനെ പോയിട്ട് നല്ല ഫ്ലാറ്റ് നല്ല ഇതിൽ കോട്ടയത്തോ എറണാകുളത്തോ എവിടെ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു മൾട്ടി മില്യണർ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു.
ബനാർഘട്ട ബാംഗ്ലൂർ ഭാഗത്ത്. നിങ്ങൾ വായിച്ചിരിക്കും സമീപകാലത്ത്. ബിഗ് ബിസിനസ്മാൻ. അപ്പോൾ അങ്ങനെ സർവ്വസാധാരണമായിട്ട് സിനിമാ താരങ്ങള്, പുരോഹിതര്, എല്ലാവരും ഒക്കെ അവരെല്ലാവരും മനുഷ്യരാണല്ലോ, എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, കിടക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പരിമിതമായ സമയമല്ലേ ഉള്ളൂ, അപ്പോൾ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അറ്റ്ലാന്റിക് സമുദ്രം മാതിരി വിശാലമായ ഒരു വിഷയം, പസഫിക് സമുദ്രം മാതിരി വളരെ ഡീപ്പായ ഒരു സംശയം, ഒരു വിഷയം. ഇതിനെപ്പറ്റി ധാരാളം റിസർച്ച് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഒക്കെ പഴയ കാലത്ത് ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം ഡയറക്റ്റ് നരകത്തിൽ പോകും. അവർക്ക് അനുദമിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അവർ ഡയറക്റ്റായിട്ട് നരകത്തിലേക്ക് പോകും. അവർക്ക് ശുദ്ധീകരണ സ്ഥലമില്ല, അവർക്ക് അപ്പോളജി ചെയ്യാനുള്ള ഒരു അവസരമില്ല എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബിബ്ലിക്കലായിട്ട് ഇത് ഒരു ക്രിസ്ത്യൻ ചുറ്റുപാടിൽ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് പ്രത്യേകിച്ച്. അപ്പോൾ ബിബ്ലിക്കൽ ചുറ്റുപാടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ആത്മഹത്യയായിട്ട് കാണുന്നത് ജീസസ് ക്രൈസ്റ്റിനെ വിട്ടുകൊടുക്കുന്ന യൂദാസ് 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ ശേഷം മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. അദ്ദേഹത്തിന് റിപ്പൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. വേറെ ഒരു എൻ്റെ മനസ്സിൽ ഉദിച്ചത് സത്യത്തില് ജീസസ് ക്രൈസ്റ്റ് തന്നെ, എന്നോട് ക്ഷമിക്കണേ കേട്ടോ ഞാനിങ്ങനെ പറയുന്നതിൽ, ജീസസ് ക്രൈസ്റ്റ് തന്നെ കുരിശിൽ മരിച്ചു എന്ന് നമ്മളെല്ലാം മരണപ്പെട്ട ജീസസിനെ, ലോകരക്ഷകനെ നമ്മൾ എൻ്റെ ഒരു കൊച്ചു മനസ്സിന് നമ്മൾ ആരാധിക്കുന്നു ക്രിസ്ത്യാനികൾ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതാണോ ഒരു സംശയം. ഇതിനെപ്പറ്റി ബുക്കൊക്കെ വായിച്ചപ്പോൾ ജീസസ് ക്രൈസ്റ്റ് തന്നെ, യേശു ക്രിസ്തു ആത്മഹത്യ ചെയ്തതാണ്. കാരണം ജീസസ് ക്രൈസ്റ്റ് തന്നെ മരിക്കാനായിട്ട് റെഡിയായിട്ടാണ് വന്നത് ഈ ഭൂമിയിലേക്ക്. അദ്ദേഹം മരിക്കാനായിട്ട് യൂദന്മാരുടെ കൈകളിൽ സ്വയം ഏൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ദൈവമല്ലേ, രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിട്ടും ആ മാർഗം ഉപയോഗിക്കാതെ എന്നെ കുരിശിൽ തറച്ച് കൊന്നുകൊള്ളൂ എന്നും പറഞ്ഞ് സ്വയം അങ്ങ് യൂദന്മാർക്ക് പിടികൊടുക്കുകയല്ലേ. അതേമാതിരി യൂദാസ്കറിയ സ്വയം എന്നെ നീ അങ്ങ് ഒറ്റ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് എല്ലാം മുൻകൂർ തീരുമാനിച്ച് ചെയ്ത, അത് സ്വയം ആണിയടിച്ച് മരിച്ചില്ലെന്നല്ലേ ഉള്ളൂ. എന്നെ ആണിയടിച്ച് കൊന്നുകൊള്ളൂ എന്ന് ആണിയെടുത്ത് കൊടുത്ത്, ഒരർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റ് തന്നെയല്ലേ ആണിയെടുത്ത് കൊടുത്തത്. എനിക്ക് പറയാൻ പാടില്ലേ, ഇപ്പൊ ഡോക്ടർ ജോൺ മാത്യുവിന്റെ കയ്യിലേക്ക് ഞാൻ ഒരു കോപ്പി തരികയാണ്. പ്രിയപ്പെട്ട ജോൺ മാത്യു, ഞാൻ വളരെ ദുഃഖിതനാണ്, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്നെ ഒരു പൈസയുടെ ഗുണമില്ല, ഞാൻ എനിക്ക് പലവിധ ഡയബറ്റിക് എല്ലാം ഉറക്കമില്ല, എന്നെ ഒന്ന് കൊല്ലു, പ്ലീസ് എന്തെങ്കിലും സാറിന്റെ മുഖത്തിലേക്ക് തരികയാണ്. അത് സാർ എന്നെ വെടിവെക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾ തങ്ങളെന്നെ കുറ്റക്കാരൻ, ഞങ്ങൾ അതിന്റെ പാർഷ്യലി ഒരു കുറ്റക്കാരൻ എന്ന് മാത്രമുണ്ട്. ഓക്കെ, അതേമാതിരി തന്നെ ജീസസ് ക്രൈസ്റ്റ് സ്വയം അത് തോക്കില്ലായിരുന്നു, പക്ഷെ തോക്കിന് പകരം ആണിയെടുത്ത് കുരിശില് കൊടുത്തിട്ട് എല്ലാവരും തറച്ചു നിന്നു സ്വയം അങ്ങോട്ട്. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു എന്നെ മനസ്സിൽ വന്നതാണ്. അപ്പോ ഏതാണെങ്കിലും ഇതെല്ലാം നമ്മുടെ തത്വചിന്തകർക്ക് കൂടുതലായിട്ട് വിടുന്നു, ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടുതലായിട്ട്. അപ്പോൾ ഈ ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില മുരട്ട് ബുദ്ധി ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ട് എപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് വെടിമരുന്നിടുന്ന തരത്തിലുള്ള കൃതികളാണ് ഡോക്ടർ ജോൺ മാത്യു എന്ന തത്വചിന്തകൻ എപ്പോഴും എഴുതാറ്. ഒക്കെ ഇനിയും എനിക്കറിയാം അദ്ദേഹത്തിന്റെ തലയിലും മറ്റു പലതും അടുത്ത കൃതി എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല എഴുതുന്നത്. ഏതാണെങ്കിലും ഇതേമാതിരിയുള്ള ഉത്തമമായ മനുഷ്യന് ചിന്തിക്കാൻ ചിന്തയ്ക്ക് വിഷയം ഭവിക്കേണ്ട കാര്യങ്ങളെ പറ്റി അതിഗഹനമായിട്ട് എഴുതുന്ന, അതും ചെറിയ സംക്ഷിപ്തമായ ഗുളിക രൂപത്തിൽ എഴുതുന്ന ശ്രീ ജോൺ മാത്യു ഇതേ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇനിയും ധാരാളമായിട്ട് എഴുതട്ടെ. അതേമാതിരി ആ ഗ്രന്ഥങ്ങളെ വായിക്കുവാനുള്ള ഒരു സന്ദർഭവും സൗഭാഗ്യവും വായനക്കാരും അനുവാചകരുമായി ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. താങ്കൾക്ക് ആയുരാരോഗ്യങ്ങൾ നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.